സമവായത്തിലൂടെ അടുത്ത KPCC അധ്യക്ഷനെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡുണ്ട്, അവർ പ്രഖ്യാപിക്കും, അണികൾ അനുസരിക്കും, പ്രവർത്തകർ ചുവരെഴുതും. ഇതല്ലേ കോൺഗ്രസ്? പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കുന്നതിനായി തലയ്ക്ക് തീപിടിച്ച ആലോചനയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇവിടെ പതിവ് പോലെ രണ്ട് ചട്ടിയിലായതിനാൽ ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. പക്ഷേ പൂച്ചയ്ക്ക് ആര് മണികെട്ടുമെന്നതാണ് പ്രധാന പ്രശ്നം. പ്രതിപക്ഷ നേതാവും സുധാകരനും തമ്മിലുള്ള ഊഷ്മള ബന്ധം കേരളത്തിലെ ജനങ്ങൾ പല തവണ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ, അല്ല കണ്ട് ഞെട്ടിയിട്ടുള്ളതാണല്ലോ. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇരുവരും തമ്മിലുള്ള കൂടുതൽ സൗഹൃദങ്ങൾ പുറത്തറിയേണ്ട എന്നതുകൊണ്ട് തന്നെയാണ് ആകെ ഒരു അഴിച്ചുപണിക്ക് ലക്ഷ്യമിടുന്നത്. രാഷ്ട്രപിതാവിന്റെ നാട്ടിൽ കോൺഗ്രസ് സമ്മേളിച്ച ശേഷമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാൻ ഒരു മുഖം മിനുക്കൽ പരിപാടിക്ക് ലക്ഷ്യമിട്ടത്. എന്ത് ചെയ്താലും കോൺഗ്രസ് അല്ലേ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. എങ്കിലും അഖിലേന്ത്യാ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ അധികാരത്തിലെത്താനുള്ളത് ചെയ്തല്ലേ മതിയാകൂ. സുധാകരന് പകരം ആര് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന തലവേദന. ആരെ പിടിച്ചാലും എതിർ ഗ്രൂപ്പ് പിണങ്ങും. പിന്നെ ഘടകകക്ഷി താല്പര്യം നോക്കണം, അല്ലെങ്കിൽ അവർ ചീറ്റും. ചിലപ്പോൾ പരസ്യമായി തന്നെ പൊട്ടിത്തെറിച്ചെന്ന് വരും. കൂടാതെ സമുദായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയുടെ പേരാണ് ഒരു വിഭാഗം ഉയർത്തിവിട്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് മൂന്നാം തവണയും പാർലമെന്റിൽ എത്തിയ നേതാവ് ഇനിയൊരു അംഗത്തിനില്ലെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പകരം പദവി വേണം താനും. KPCC അധ്യക്ഷനാണെങ്കിൽ നാട് മുഴുവൻ ചുറ്റിയടിക്കാം, നല്ല പവറാണ്, പാർട്ടിയും കൈവരിക്കും. കോട്ടയം DCC അധ്യക്ഷനായിരിക്കെ തന്നെ മനക്കോട്ട കെട്ടിയതാണ്. ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയായി നിന്ന് പിന്നെ തിരിഞ്ഞു കൊത്തിയത് സാധാരണ സംഭവം. എന്തായാലും ആന്റോച്ചിനായി ദേശീയ നേതൃത്വത്തിൽ കടുത്ത സമ്മർദ്ദമുണ്ട്. എന്നാൽ കാവിക്കൊടി ഇന്ത്യയിൽ പാറുമ്പോൾ ഒരു ഹൈന്ദവ മുഖമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നല്ലതെന്ന മറുവാദവുമുണ്ട്. സുധാകര പക്ഷം ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് സംഘപരിവാർ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ നോക്കുമ്പോൾ. എന്നാൽ ഹൈന്ദവ വോട്ടുകളെക്കാൾ ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ് എന്ന വാദത്തിനാണ് പാർട്ടിയിൽ അപ്പർ ഹാൻഡ് അത്രേ. അങ്ങനെയാണ് സിറ്റിംഗ് എംപിമാരായ ബെന്നി ബെഹന്നാനും ആന്റണിയും ഇടം പിടിച്ചത്. പക്ഷേ ബെന്നിച്ചന്റെ മോഹം പൂത്തില്ല. ഓർത്തഡോക്സ് സഭ വെട്ടി തുണ്ടമാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം. ബെന്നിച്ചൻ ഇരുതല മൂരിയാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ സംസാരം. ബെന്നിയും ആന്റോയും അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധ്യത? അഹമ്മദാബാദിലെ പാർട്ടി യോഗത്തിനിടെ കേരള നേതാക്കളുടെ അന്തിച്ചർച്ചയിൽ പല പേരുകളും ഉയർന്നു വന്നു. വഖഫ് വിഷയം കത്തിനിൽക്കെ കേരളത്തിലെ കോൺഗ്രസിന് ആ വിഭാഗത്തിൽ നിന്ന് ഒരു നേതാവ് വരുന്നത് നല്ലതായിരിക്കുമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ഉന്നത ചില നേതാക്കൾ പങ്കുവച്ചത്. പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളിലും വഖഫ് നിയമത്തിനെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുമ്പോൾ. കൂടാതെ ലീഗിന്റെ അപ്രമാദിത്വത്തിന് ഒരു പ്രതിരോധവുമാകും. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ MM ഹസന്റെ പേര് തന്നെയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ ഹസൻ ഇനിയും കോൺഗ്രസിന്റെ സുപ്രധാന പദവിയിൽ എത്തുന്നതിനോട് വിയോജിപ്പുമുണ്ട്. ഹസൻ അല്ലാതെ മറ്റാരെങ്കിലും എന്ന ആശയം പ്രബലമാണ്. എന്തായാലും അഹമ്മദാബാദിൽ നിന്നും കേരളത്തിൽ പറന്നിറങ്ങിയിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെ ഒറ്റ പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. വിഷുവും വിശുദ്ധവാരവും കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കാമെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ്. അഥവാ സമവായത്തിലൂടെ അടുത്ത അധ്യക്ഷനെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഡൽഹിയിൽ ഹൈക്കമാൻഡുണ്ട്, അവർ പ്രഖ്യാപിക്കും, അണികൾ അനുസരിക്കും, പ്രവർത്തകർ ചുവരെഴുതും. ഇതല്ലേ കോൺഗ്രസ്? ഇത് താണ്ട കോൺഗ്രസ്.